വെല്ലുവിളിച്ചാണ് പോണം 1 മണിക്ക്. 5 മണിക്ക് വന്ന 1 മണിക്ക് പോണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിവസം എന്തും പറയാലോ. 5:30 പറഞ്ഞമാര് 12 മണിക്ക് പോവാ. സർക്കാർ ദിവസം 9 മണിക്ക് വന്നിട്ട് 5 മണിക്ക് പോയല്ലേ. എന്ത് ജോസാണ്? മൾട്ടി ജോസ്. മൾട്ടി ജോസ് ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ആൾക്കാരെ പറ്റിച്ചാണോ ജീവിക്കുന്നത്? ജോസിന് മാത്രം മൾട്ടി. നല്ല വശമേ ഉള്ളൂ. എന്തൊക്കെയാണ്? മോർണിംഗ് 7 o'clock, ഈവനിങ് 4 o'clock, 8 hours വർക്ക്. സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ നല്ല വശവും കൊള്ളില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യണം. രാവിലെ ഒരു 7 മണിക്ക് ഓണായി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് 4 മണിക്കകത്ത് ഒരു ഇൻസെൻറ്റീവോടുകൂടി ഒരു 1300 അടുക്കത്തക്ക രീതിയിൽ ഒരു 30 ഓർഡർ കിട്ടിയാൽ നമുക്ക് ഒരു 1300 കിട്ടും. പിന്നെ പെട്രോൾ എത്ര പോകും? അപ്പം പിന്നെ നമ്മൾ പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു 250-300 രൂപ പെട്രോളിനെ ആവുന്നു. ഇപ്പം വില കൂടിയത് കൊണ്ട് പെട്രോളിൻ്റെ ഇച്ചിരി എമൗണ്ട് കൂടിയതുകൊണ്ട് ഒരു 300-നകത്ത് നിൽക്കുന്നുണ്ട്. ഈ 30 ഓർഡർ എടുക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടും? ആൾക്കാർക്ക് അതിനെ ഒരു നേട്ടമുണ്ട്, ചില ആൾക്കാർക്ക് നേട്ടമില്ല. കാര്യം ഇതിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നേട്ടം. അല്ലാതെ ഒരു കാലം അപ്പുറത്ത് ഒരു കാലം ഇപ്പുറത്ത് വെച്ച് ഓടിയാൽ അത് നമുക്ക് നേട്ടമില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഈ ഓർഡർ ഉണ്ടുമ്പോൾ ഒരു 6 മണിയിലിരുന്ന് ഒരു 12 മണി വരെ ഓർഡർ കാണും. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി തൊട്ട് 6:30 മണി വരെ ഓർഡർ കാണും. അപ്പോൾ അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിക്സിനെക്കാട്ടിലും നല്ല എമൗണ്ട്. ഒരു ദിവസം എത്ര ഓർഡർ എടുക്കും? അതെ, 30 ഓർഡർ നമ്മൾ ഒരു ദിവസം നമ്മൾ എടുക്കണമുണ്ട്. അപ്പോൾ ആ 30 ഓർഡറിൽ നമുക്കുള്ള എമൗണ്ട് ആണെങ്കിൽ 600 ഏണിങ്സ്. അതിന് ഇൻസെൻറ്റീവോട് കൂടി 1250 രൂപ 30 ഓർഡറിന് കിട്ടുന്നുണ്ട്. എത്ര മണിക്കൂർ ബെനിഫിറ്റ് ആണ്. പക്ഷേ എല്ലാവരും ഒരു 4 മണിക്കൂറൊക്കകത്ത് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ 8 മണിക്കൂർ ചെയ്യുള്ളൂ. അതൊക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? വർക്ക് 8 മണിക്കൂറാണ് വർക്കിംഗ്. നല്ല സ്പീഡ് പയ്യന്മാരാണെങ്കിൽ 5 മണിക്കൂർ മതി. പിന്നെ പോലെ പ്രായമുള്ളവർക്കാണെങ്കിൽ അത് 8 മണിക്കൂർ വേണം. ഒരു ഓർഡറിന് എത്ര രൂപ കിട്ടും? ഒരു ഓർഡറിൽ നമ്മൾ നേരത്തെ ഉള്ള ആളായതുകൊണ്ട് 25 രൂപ തരണുണ്ട്. പുതിയ പയ്യന്മാർക്ക് ഇപ്പം 15 രൂപ ആക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടി തരിക. ഇൻസ്റ്റാമാർട്ടിനുള്ള ഒരു അപേക്ഷയാണ്. അതനുസരിച്ച് തരാതിരിക്കാനാണ് നല്ലത്. താല്പര്യമില്ല. എല്ലാവരും 30 ഓർഡർ എടുക്കണുണ്ട്. റെയിൻ ചാർജ് നല്ല റെയിൻ രാവിലെ തൊട്ട് വൈകുന്നേരത്ത് വരെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നേട്ടമുള്ളൂ. അല്ലാതെ 10 മിനിറ്റ് പെയ്യും, പിന്നെ മഴയില്ലെങ്കിൽ നഷ്ടമാണ്. എല്ലാ സർജ് കൊണ്ട് ഇടത്തില്ല. ഇപ്പൊ സർജും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ മാനേജ്മെന്റ് വേറെ ആൾക്കാരാണ് എടുത്തത്. അതുകൊണ്ട് സർജില്ല. കുറെ ആപ്പുകൾ ഇതിനകത്ത് ചുമ്മാ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഓർഡർ എടുക്കുമ്പോൾ ഭയങ്കര തടസ്സമാണ്. അതിന് ഇച്ചിരി മാറ്റി തന്നാൽ കൊള്ളാം. പിന്നെ പാക്കിങ്ങിന്റെ പാക്കിംഗ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ കവർ പാക്കിംഗ് ആണ്. അത് പ്ലാസ്റ്റിക് പേപ്പർ എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ കവറാണ് നല്ലത്. ബ്രൗൺ കവർ പെട്ടെന്ന് കീറുന്നതാണല്ലോ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അത് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോയി. എത്ര കിലോമീറ്റർ ഓടും? എനിക്ക് ഒരു ദിവസം, ഞാനിപ്പം ബാറ്ററി വണ്ടിയാണ്, 100 കിലോമീറ്ററാണ് ചാർജ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഒരു 30 കിലോമീറ്റർ 30 കൂടെ 40 കൂടെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 30 ഓർഡർ സുഖമായിട്ടെടുക്കാം. പക്ഷെ അടുത്ത് തരണമുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററോ 3 കിലോമീറ്റർ ആണെങ്കിൽ ഈ കിലോമീറ്റർ മതി. എടുക്കുന്നതെല്ലാം 4, 5 അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 140 കിലോമീറ്റർ. ഒരു ദിവസം എത്ര ലോങ് അടിക്കും? ഒരു ദിവസം ലോങ് എന്ന് പറയുന്നത് 10 ലോങ് 4 കിലോമീറ്റർ ആയിരിക്കും. ഒരു 5 6 7 ഓർഡർ ആണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ആയിരിക്കും. അടുത്താണെങ്കിൽ ഒരു 5 ഓർഡർ ഒരു 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, ഒരു 6 ഓർഡർ തരും. അത്രയേ ഉള്ളൂ. കസ്റ്റമറിന്റെ ലൊക്കേഷൻ പോയാൽ കസ്റ്റമർ കൃത്യമായിട്ട് വന്ന് നിൽക്കുമോ? അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കസ്റ്റമർ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് കസ്റ്റമറുണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമറെ നമ്മൾ ഒരു അരമണിക്കൂർ ബാക്കിലാക്കാൻ വേണ്ടി എന്നു വിളിച്ചാൽ ഫോണെടുക്കത്തില്ല, പിന്നെ ഹെൽപ്പിലെ വിളിക്കുക, അങ്ങനെയുള്ള കാര്യം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ക്യാൻസലേഷൻ വരുമോ? കറക്റ്റ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഓർഡർ കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ച് അടുത്ത ഓർഡർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാൻസലേഷൻ വരും. ക്യാൻസലേഷൻ എന്ന് പറയുന്നത് എത്ര സമയം എടുക്കും? ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും. ഒരു ഓർഡർ നമ്മൾ കസ്റ്റമർ കൊണ്ട് കൊടുത്തിട്ട് കസ്റ്റമർ എടുത്തില്ലെങ്കിൽ തിരിച്ച് വരാൻ ഉള്ള സമയം, ഹെൽപ്പ് വിളിച്ചിട്ട് പിന്നെ ചെയ്യാനുള്ളത് എല്ലാം കൂടെ ഒരു 20-25 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട്. അതിൽ എത്ര രൂപ കിട്ടും? അതിൽ കിട്ടുന്നത് 10 രൂപ ഉള്ളൂ. നേരത്തെ ആണെങ്കിൽ ഞങ്ങൾക്ക് അതേ എമൗണ്ട് 25 കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഒരു ക്യാൻസലേഷൻ 25 rupees പെർ ഓർഡർ, റിട്ടേൺ ഐറ്റം. സ്വിഗ്ഗി ജോലിയിൽ ഹാപ്പിയാണ്? വെരി വെരി ഹാപ്പിയാണ്. ഇതിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണവും ദോഷം പറയും.
ഇഷ്ടപ്പെട്ട കാര്യവും ഇഷ്ടപ്പെടാത്ത കാര്യവും. ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതലാളിയില്ല, നമ്മളെ മുതലാളി അത് ഇഷ്ടപ്പെട്ട് വരുന്നു. വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, കളഞ്ഞു. ഇതാകുമ്പോൾ ഇഷ്ടമുള്ള വരാം, ഇഷ്ടമുള്ള പോവാം, കൊള്ളാമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന് കയറിയത്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയില്ല. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി അടിമപ്പണിയാണ്. പണിയും വണ്ടി ഓട്ടി ഒരേ കണക്ക് വണ്ടി ഓടിക്കണം. ആദ്യത്തെ സുഖമില്ല, പിന്നെ നമ്മൾ ദുഃഖം തുരുവരും. ഓർഡർ കാണൂല, വണ്ടി ഡാമേജ്, നടുപിടുത്തം, ബോഡി ഫുള്ള് പോയി, മൊത്തം പോയി. ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നിന്നെപ്പിൽ വീഴും. ആ പരിവാവും വണ്ടി ഓടി ഉള്ള കട്ടറും. എത്ര ഏണിങ്സ് കിട്ടും ഒരു ദിവസം? ഒരു 30 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1250 കിട്ടും ഡെയിലി, ഒരു ബമ്പർ. പക്ഷേ എന്നും ഡെയിലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഓർഡർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെയാണ് റെയിൻ സർജ് ഉണ്ടോ? റെയിൻ സർജ് ഉണ്ട്, 20 കിട്ടും. അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടും. മൊബൈലൊക്കെ ഡാമേജ് ആവൂലേ? പിന്നെ മൊബൈല് ഡാമേജ്, വണ്ടി ഡാമേജ്, മൊത്തം ഡാമേജാണ്. കിട്ടുന്ന 1300. മാസം ഒരു 30,000 പോട്ടെ, 20,000 കിട്ടിക്കഴിഞ്ഞാൽ അതിന് 10,000 നമ്മളെ ചിലവ് പോയി. പിന്നെ വീട്ടിലെ ചിലവ് എല്ലാം കൂടെ പോകും. ഒന്നുമില്ല, മൊത്തം നമ്മളെ ഒരു പരിവാകും. പിന്നെ ക്യാൻസലേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എത്ര രൂപ കിട്ടും? വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാൻസലേഷനൊക്കെ പറ്റും. അന്നൊക്കെ നമ്മൾ വിട്ടിട്ട് പോകുന്നുണ്ട്. പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? പാക്കിങ് മഴ ഇല്ലെങ്കിൽ നല്ല പാക്കിംഗ് ആണ്, മഴ ഉണ്ടെങ്കിൽ പേപ്പർ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുക്കും. കസ്റ്റമറിന്റെ ഡീലിംഗ് ഒക്കെ എങ്ങനെയാണ്? കസ്റ്റമർക്ക് നല്ല കസ്റ്റമർ, കുഴപ്പമൊന്നും. ചില കസ്റ്റമർ മാത്രമേ മുരട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും ചിലരൊക്കെ നല്ല ആൾക്കാർ, ചില ആൾക്കാർ അത് യാതൊരു വിഭാഗത്തിൽപ്പെട്ടാലും നല്ലതും ചീറ്റും കാണൂല. അതുപോലെ തന്നെ കസ്റ്റമർ ചിലതൊക്കെ നല്ല ടിപ്പ് വരുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഫുഡല്ലല്ലോ, നമ്മൾ ഇൻസ്റ്റാമാർട്ടല്ലേ, അപ്പോൾ അവിടെ ടിപ്പൊക്കെ വളരെ കുറവാണ്, എമൗണ്ടൊന്നും ഇല്ല. പിന്നെ എങ്ങനെ റോങ് ആക്ഷനും കാര്യങ്ങളൊക്കെ പൈസയൊക്കെ പിടിക്കാറുണ്ട്? ആക്ഷന് പൈസ എൻ്റെ ഇതുവരെ പിടിച്ചിട്ടില്ല, ചിലത് പിടിക്കണതൊക്കെ പറഞ്ഞേക്കാം. പിന്നെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്ക് ആരെയും വായിരിക്കണതൊക്കെ ഉണ്ടാകും, അതുകൊണ്ടാണ് പിന്നെ ഇതിൽ തന്നെ പറഞ്ഞത്. പിന്നെ സെൽഫി ഒക്കെ എടുക്കണ്ടേ? സെൽഫി എടുക്കണം, 2 സെൽഫി ചോദിക്കും. അല്ല, ഒരു സെൽഫി ചോദിക്കും, സൈസ് ചോദിക്കും. പിന്നെ ബാഗും ഡ്രസ്സെല്ലാം കൂടെ ചേർന്ന് ഒരു 2-3 ചോദിക്കും. എല്ലാം എടുത്ത് പോകുമ്പോൾ തന്നെ നമ്മളെ നടു കട്ടയപ്പെടുമ്പോൾ സെൽഫി ഇല്ല. ഇപ്പൊ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥകൾ. ഇതൊക്കെ ഇടത്തേക്കാലും മുറിവ് പറ്റി. അപ്പൊ ഇന്ന് രാവിലെ ഒരു ഓർഡർ കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടേണിങ്ങിൽ ഒരു ടെമ്പോ കയറി വന്നു. അപ്പൊ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചത് അങ്ങനെ സ്കിഡായിട്ട് വീണു. അപ്പോൾ പിന്നെ നിർത്തി വരേണ്ടി വന്നു. ഇനിയിപ്പോൾ നാളെ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞൂടെ. അപ്പോൾ ആദ്യത്തിൻ്റെ അടിയിലാണെങ്കിൽ ഭയങ്കര പെയിന്. അപ്പോൾ നടക്കാൻ പറ്റില്ല, ഓടുന്നു. ചില കസ്റ്റമറാണെങ്കിൽ ഇറങ്ങി പോലും വരില്ല, നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി കൊടുക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ ജോലിക്ക് പോകാനും പറ്റില്ല. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി എന്നെ 3-4 ദിവസം മുമ്പേ ഇതേപോലെ വന്ന് വീണു. വീട്ടിൽ നിന്ന് ജോലിക്ക് വരികയായിരുന്നു. അപ്പോൾ വേറെ ഏതോ പയ്യൻ കൊണ്ട് ഇടിച്ചു കൊടുത്തു. അങ്ങനെ പാവം ബാൻഡേജ് ഇട്ടിരിക്കുന്ന കയ്യിൽ. അപ്പോൾ ഇനി 2 ആഴ്ച റെസ്റ്റാണ് പറയുന്നത്. അപ്പോൾ 2 ആഴ്ച വരുമാനം പോയാൽ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ഡെലിവറി ജോബൊക്കെ. ഇങ്ങനെ റിസ്ക് എടുത്തൊക്കെയാണ് നമ്മൾ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു കമ്പനിയും ഏൽക്കൂല. ഇപ്പോൾ കമ്പനിയൊന്നും ഒരു പൈസ പോലും തരില്ല, നമുക്ക് ഓടിയ കാശ് അത്രയേ ഉള്ളൂ. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ ഇതെല്ലാം കണ്ടിട്ട് വേണം വരെ. അപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ കാണും, ഇതേപോലെ പല രീതിയിലുള്ള അനുഭവങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.